ലോജീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 79ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ്. അപ്പം ഇന്ന് ബിഗ് ബോസ് പതിവ് പോലെ പാട്ട് പ്ലേ ചെയ്തു. എല്ലാവരും നല്ലതുപോലെ ഡാൻസ് കളിച്ചു. പക്ഷേ ആദിലയും നൂറയും ഇന്ന് ഡാൻസ് കളിച്ചില്ല. അതുപോലെ അനീഷിൻ്റെ സുപ്രഭാതവും മുഴങ്ങിക്കേട്ടു. അതിനുശേഷം കിച്ചണാണ് കാണിക്കുന്നത്. കിച്ചണിൽ ഷാനവാസ് പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഷാനവാസ് പറയുകയാണ്, ഞാൻ പാത്രം കഴുകി വെച്ചിട്ട് പോയതാണ്, പക്ഷേ പിന്നെയും പാത്രങ്ങൾ കൊണ്ടുവച്ചു. അപ്പോൾ അവിടെ ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്. 3 ക്യാപ്റ്റന്മാരും പഠിച്ച കള്ളന്മാരാ. ചെയ്യാനറിയാതെ സൂക്ഷിച്ച് വെക്കാൻ അറിയില്ല അതില. അപ്പം ഷാനവാസ് പറഞ്ഞു, ഞാൻ പാത്രം കഴുകത്തില്ല. അങ്ങനെ കുറേ കോൺവെർസേഷൻ നടക്കുന്നു. കിച്ചൺകാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം. അപ്പോൾ പിന്നെ 3 പേരാണ് ക്യാപ്റ്റന്മാർ. അപ്പോൾ അവർ 3 പേരും കിച്ചൺ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ അവർ വിചാരിച്ചത് ഈ കിച്ചൺ പാചക ഡ്യൂട്ടി ഭയങ്കര എളുപ്പമാണ്. പക്ഷേ എളുപ്പമല്ലല്ലോ. എനിക്ക് തോന്നുന്നു ആ ഹൗസിൽ അനുമോൾക്ക് മാത്രമാണ് കിച്ചണിൽ ഡ്യൂട്ടി ഇട്ടാൽ ഇഷ്ടമെന്ന് തോന്നുന്നു. കാരണം അനുമോൾക്ക് ഈ പാചകം ഇഷ്ടമാണെന്ന് തോന്നുന്നു. ബാക്കി ഈ 3 പേർക്ക് നെവിന്, അക്ബർ, അതുപോലെ ആര്യന് പാചകം വലിയ, നെവിൻ കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ള 2 പേരും വലിയ പാചകത്തിൽ വലിയ താല്പര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമയത്ത് കാണിക്കുന്നത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കിച്ചണിൽ പൊരിഞ്ഞ വഴക്ക് മീൻസ് ഇതുവരെ ആരും പാചകം ചെയ്യാൻ വന്നില്ല, ആരും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നെങ്കിലത്തേക്ക് ഈ കുക്കിംഗ് ചെയ്യേണ്ട ആൾക്കാരപ്പോഴും വെളിയിരുന്ന് മഴയെ കണ്ടിട്ട് കാപ്പിയോ ചായ തട്ട് കുടിക്കുക അവർക്ക്. അപ്പം നെവിൻ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം നെവിൻ ആര്യനെ വിളിക്കുന്നു സഹായിക്കാൻ. പക്ഷെ ആര്യൻ പറയുന്നു, ഞാൻ വെളുത്തുള്ളി പൊളിച്ച് തന്നില്ലേ. അപ്പോൾ ഒരു കിച്ചൺ എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി പൊളിച്ചാൽ മാത്രം മതിയോ? ഒരു കറി ഉണ്ടാക്കണം, നമ്മൾ എന്തെല്ലാം ചെയ്താൽ പറ്റും. അപ്പോൾ ഇവർ വളരെ എളുപ്പമായിരുന്നാണ് വിചാരിച്ചത്. പിന്നെ ടാസ്ക് എന്ന് പറയുന്നത് വിന്നറായി കഴിഞ്ഞ ശേഷം ഒരു പ്രസ് മീറ്റ് അല്ലെ ഒരു മീഡിയ മീറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ രസകരമായിരുന്നു. അത് ഒരു നല്ല ടാസ്ക്കായിരുന്നു. അപ്പോൾ ആദ്യം അനീഷ വന്നു. എപ്പോഴും അനീഷാണല്ലോ ആദ്യം വരുന്നത്. ഷാനവാസാണ് ചോദ്യം ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് അനുമോളാണ് ചോദ്യം ചോദിച്ചത്. അപ്പം അനുമോളുടെ ചോദ്യം ഇച്ചിരി രസകരമായിരുന്നു. അനുമോൾ ചോദിച്ചത്, ഇവിടെയുള്ള പെൺകുട്ടികളോട് എപ്പോഴെങ്കിലും ഒരു ക്രഷ്, ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? അപ്പം ഞാനൊക്കെ വിചാരിച്ച അനീഷ് അങ്ങനെ ഇഷ്ടം തോന്നത്തില്ലല്ലോ. അപ്പം അനീഷ് എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ഒരേപോലെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അനീഷിന് ഒത്തിരി ഇതായിരുന്നു. ചില സന്ദർഭത്തിൽ ചിലരോട് ഇഷ്ടം തോന്നിയിരുന്നു, പ്രത്യേകിച്ച് ജിസേലിനോട്. ഈ കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം തോന്നാമോ എന്ന പാട്ട് പാടുന്ന സമയത്ത് ജിസേലിനോട് ഒരിഷ്ടം തോന്നിയിരുന്നു. അതുപോലെ അനു മേക്കപ്പ് ചെയ്യുമ്പം, അനു ഒത്തിരി നേരം എടുത്താണ് അനീഷിനെയൊക്കെ മേക്കപ്പ് ചെയ്യുന്നത്. ആ സമയത്ത് അനുവിനോടും ഒരു ഇഷ്ടം പക്ഷെ അനീഷ പറയുന്നത് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പ്രണയമല്ല, ഇഷ്ടമാണ്, ഒരിഷ്ടം. അപ്പം അനീഷിൻ്റെ ഭാഷയെ പറയുന്നത് ഒരു കുളിർമ തോന്നുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പം അത് രസകരമായിരുന്നു. അപ്പം നെവിനോട് ആര്യനാണ് ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഇവിടെ ആര്യൻ ചോദിച്ചത്, ഇതിവിടെ ഒരു വിന്നറായി, അപ്പം വിന്നറായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ ടാസ്ക് ഏതാണ്, വിന്നറായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രസ് മീറ്റിൽ അല്ലെ ഒരു മീഡിയ ഇൻ്റർവ്യൂ പോലെ. അപ്പം പറയണത്, ഞാൻ നെവിനോട് ചോദിച്ചപ്പോൾ ആരോടാണ് താങ്ക് യു പറയണത്. അപ്പം നെവിൻ പറയുന്നത്, ഞാൻ സെൽഫ് ലവ് ആണ്, ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്, എന്നോട് തന്നെ താങ്ക്സ് പറയും. ആര്യനോട് നെവിനാണ് ചോദ്യം ചോദിക്കുന്നത്, ജിസേലുമായി കണക്ഷൻ. അപ്പം അത് പേര് പറയുന്നുണ്ട്. ഇവിടെ ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് അനുമോൾ അതൊരു വേറെ രീതിയിൽ ചിത്രീകരിച്ചു. അപ്പം അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത്, ഇതൊരു സൊസൈറ്റി പോലെയാണ് ഈ വീട്, കാരണം എല്ലാ ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള ആൾക്കാർ ഈ വീട്ടിലുണ്ട്. അപ്പം ഒരു മോറൽ പോലീസിങ് ചെയ്യുന്നത് പോലെയാണ് അനുമോൾ ആ ഒരു സംഭവത്തെ കണ്ടത്. അതൊരു ഡേർട്ടി ഗെയിമായിരുന്നു അത്. പക്ഷേ ആ ഒരു പ്രശ്നങ്ങളൊന്നും എൻ്റെ ഗെയിമിനെ ബാധിക്കാൻ ഞാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് ആര്യൻ പറഞ്ഞത്. ഷാനവാസിനെ ആര്യൻ ചോദ്യം ചെയ്തു. എൻ്റെ സ്വപ്നം സിനിമയാണ് ഷാനവാസ് പറയുന്നത്. അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. അക്ബറിനോട് നെവിനാണ് ചോദ്യം ചോദിക്കുന്നത്. നെവിൻ ചോദിക്കുകയാണ്, നെവിനെയും ആര്യനെയും അടിമകളാക്കിയെന്ന് പറയുന്നു.
അപ്പോൾ അക്ബറിൻ്റെ മറുപടി, ഞാൻ അടിമകളാക്കിയാൽ അടിമകളാകുന്നവരാണോ അവർ? പിന്നെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിൽ നൂറ ആര്യം ചോദിച്ചു, ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പറ്റി നൂറ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സാബുമാനോട് അനീഷ് ചോദിച്ചു, അനുമോളോട് ആര്യം ചോദിച്ചു. അപ്പം ആര്യൻ ചോദിച്ചത് മറ്റൊരു ടാസ്കിൽ അക്ബർ മുട്ടി നിന്നു എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ തന്നെ അനുമോളോട് ചോദിച്ചു എന്തിനാ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അനുമോൾ പറഞ്ഞത്, ഞാൻ ഈ ബസ്സിലൊക്കെയാണ് യാത്ര കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്, അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ മുട്ടി നിൽക്കില്ല, അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ അനുമോൾ പറയുന്നത്, ക്ലാരിഫൈ ചെയ്യുന്നത്, ഇവിടെ അക്ബർ അങ്ങനെ മനഃപൂർവ്വമായിട്ട് മുട്ടി നിന്നതല്ല, പക്ഷെ ആര്യം ബാക്കിൽ നിന്ന് തെള്ളിയപ്പോഴത്തേന് അക്ബർ അറിയാതെ മുട്ടിപ്പോയതാണ് എന്നാണ് അനുമോൾ പറയുന്നത്. പിന്നെ ഷാനവാസ് ചോദിച്ചത്, ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ അനുമോൾ ശപഥം ചെയ്ത് പറഞ്ഞു ഞാൻ അവിടെ പോയാൽ കരയത്തില്ല, പക്ഷെ വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് അനുമോൾ കരയുവാണ്. അപ്പോൾ അത് നിലപാടില്ലായ്മയല്ലേ? അപ്പോൾ അത് പറഞ്ഞ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അനുമോൾ പറഞ്ഞു, പെൺകുട്ടിയല്ലേ, അങ്ങനെ ശബ്ദമൊക്കെ എടുത്തെങ്കിലും പെൺകുട്ടിയല്ലേ, ഞാൻ ചിലപ്പോഴൊക്കെ കരഞ്ഞു പോകുമെന്നൊക്കെ വളരെ രസകരമായിരുന്നു അനുമോളുടെ മറുപടി. അപ്പോൾ ആദിലയോട് ആര്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, LGBTQയുടെ കമ്മ്യൂണിറ്റി വന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ഇമ്പാക്റ്റാണ് ഇവിടെ കൊടുത്തത്? അപ്പം ആദില പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ക്ലാസ് കൊടുക്കാനല്ല വന്നത്, ജീവിച്ച് കാണിച്ചു കൊടുക്കാനാണ്. നല്ലൊരു ഉത്തരമായിരുന്നു. ടാസ്ക് കഴിഞ്ഞിട്ട് അനുമോളും ഷാനവാസ് തമ്മിൽ സംസാരിക്കുന്നു. ഇതാരാണ് പറഞ്ഞതൊക്കെ, അത് തമ്പുരാട്ടി ലക്ഷ്മി ആയിരിക്കും, ലക്ഷ്മി പോയിട്ടു അതിനെ അങ്ങനെ തന്നെ വിളിക്കും, പാവമുണ്ട്. പറഞ്ഞത് തമ്പുരാട്ടി ലക്ഷ്മി ആയിരിക്കും എന്ന് പറഞ്ഞത്, ഇങ്ങനെ ഞാൻ വരുന്നതിന് മുമ്പേ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഷാനവാസ് പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞിരുന്നോ, നീ അങ്ങനെ പറഞ്ഞോ? അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. അപ്പം തലയെ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു ഷാനവാസ്. അപ്പം ഷാനവാസ് ഇങ്ങനെ മുടി തൊട്ട് സത്യം. അപ്പം അത് രസകരമായത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ. അപ്പം അനു പറയുന്നത്, നിങ്ങൾക്കും തരും, ഞാൻ ഇറങ്ങിയിട്ട് ലക്ഷ്മിക്കും കൊടുക്കും, ഇങ്ങനെ പറഞ്ഞത് കൊണ്ട്. പിന്നെ കാണുന്നത് അനുവും നൂറയും കൂടെ ഫ്രിഡ്ജിനകത്തുനിന്ന് പാല് കട്ട് കുടിക്കുന്നു. കുറേ കുടിച്ചു കേട്ടോ. അപ്പം നാളെ ഇനി ചായക്ക് അവരെന്തോ ചെയ്യുമെന്തോ, പാവമല്ലേ, എല്ലാവരും കട്ട് കുടിക്കുന്നുണ്ട്, ചായയും പാലും ഒക്കെ കട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു കോൺവെർസേഷൻ അനീഷുമായിട്ടാണ്. അപ്പോൾ അനീഷെന്ന് പറയുന്നത് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കണ്ട നല്ല ചെറുപ്പക്കാരായിട്ടിരിക്കുന്നു, അപ്പം മധുരം തിന്നാൻ പാടില്ല, അത് തിന്നാൻ പാടില്ല, ഇത് തിന്നാൻ പാടില്ല എന്നൊക്കെ അനീഷെന്ന് പറയുന്നത് സ്കിൻ നല്ലതായിരിക്കാൻ വേണ്ടി. അപ്പം അനു കുടിച്ച പാലിൻ്റെ പകുതി അനീഷിന് കൊടുക്കുന്നു. അപ്പം അനീഷ് അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അനു അത് കുറേ അവിടെ എന്താ പറയുന്നത്, ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാനല്ലാതെ ആരാണ് അനീഷിന് പാല് കൊടുക്കുന്നത്, ഞാൻ നോക്കേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അനീഷ് എൻജോയ് ചെയ്യുന്നുണ്ട്, അത് നല്ല രസകരമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്ന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഒരു 20 ദിവസമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അവർ കഴിഞ്ഞ കുറേ നാൾ കൊണ്ട് അവർ ഒരുമിച്ചല്ലേ എല്ലാവരും, കാരണം 24 hours അവർ കാണുകയാണ്, വെളിയിലൊന്നും പോകുന്നില്ല. അപ്പോൾ അവരുടെ ഒരു ഇമോഷണൽ കണക്ഷൻസ് ഭയങ്കരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇമോഷണൽ കണക്ഷനൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനുണ്ട് എല്ലാവരോടും. പിന്നെ ടാസ്ക് തുലാഭാരം ടാസ്ക്കായിരുന്നു, അതും കഷ്ടപ്പെട്ട ടാസ്ക്കാണ്. അപ്പോൾ ഇനി അങ്ങോട്ടെല്ലാം ഫിസിക്കലായിട്ട് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്ന ടാസ്കുകളായിരിക്കണം. ഇനി കുറച്ച് ദിവസം 20 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇങ്ങനെ ഒരു റൗണ്ട് ഒരു ബോർഡ് പോലെ സാധനം, അത് ഇരുമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ അതിങ്ങനെ അതിലിങ്ങനെ ബോളിട്ടിട്ട് ഒരു 3 ഹോൾ അതിനകത്തുണ്ട്, അതിനകത്ത് ഇടുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കുറവ് സമയത്ത് ഇടുന്ന ആളാണ് വിജയി. അപ്പോൾ അങ്ങനെ വിജയിച്ചത് ആര്യനാണ്, 9 പോയിൻ്റ് 40 സെക്കൻഡിൽ. അപ്പോൾ പിന്നെ അതിനൊരു കോൺവെർസേഷൻ നടക്കുന്നത്, ഡിസേർവിങ് അല്ല നൂറ പറയുകയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇവർ ഡിസേർവിങ് അല്ല, ഇവർക്ക് കപ്പ് ഉയർത്താൻ പറ്റത്തില്ല അങ്ങനെ. അപ്പോൾ അത് അവർക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നുന്നു. അപ്പം പറഞ്ഞ 3 ക്യാപ്റ്റന്മാരുണ്ട്, അവർ മറ്റുള്ളവരെ എങ്ങനെ ഹറാസ് ചെയ്യാം എന്നാണ് ആലോചിക്കുന്നത്, അങ്ങനെയാണ് ആദില പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നെവിൻ കിച്ചൺ ആണല്ലോ, ക്യാപ്റ്റനാണ്, അതിൻ്റെ കൂടെ കിച്ചൺ ടീമിലുമാണ്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ തേച്ച് കഴുകുന്നുണ്ട്, അവിടെ തേച്ച് ഇങ്ങനെ അവിടെയൊക്കെ ഉരച്ച് കഴുകുന്നുണ്ട്, ഇങ്ങനെ മുടിയൊക്കെ ഇട്ടാട്ടി കഴുകുന്ന രസമാണ് കാണാൻ. അപ്പോൾ നെവിൻ അക്ബറിനോട് പറയുകയാണ്,
ഒരു മാസത്തെ അഴുക്ക് ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഇളക്കി കളയുന്നത്. അപ്പോൾ അക്ബർ ഇങ്ങനെ എന്തൊക്കെയോ ബൂസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം നെവിൻ പാവം ഇത് കേട്ട് ജോലി ചെയ്യുക. അക്ബർ അവിടെ ഇരിക്കുക. അക്ബറും കിച്ചൺ ഡ്യൂട്ടിയിലുള്ള ആളാണ്. ആര്യൻ, അനു, ആദില, നൂറ ഗെയിം പ്ലാൻ നടത്തുന്നുണ്ട്. അപ്പോൾ അവർ പറയും നമുക്ക് ഇവരെയൊക്കെ ഒന്ന് കളിപ്പിക്കാം, ഒരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് തന്നിട്ടെന്ന് പറഞ്ഞ് കളിപ്പിക്കാം. അവസാനം ഇവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്ന അനീഷിനെയാണ്. അപ്പോൾ അനുമോൾ പറഞ്ഞു അത് വേണ്ട, കഷ്ടമാണ്. അപ്പോൾ 2-3 ഈ പ്ലാൻ പറഞ്ഞപ്പോഴെല്ലാം അനുമോൾ പറയോ അത് വേണ്ട, അത് അനീഷിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് സോഫ് കോർണർ. പിന്നെ അതുപോലെ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് സാബുമോൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. കാരണം ഇവർ ഓരോന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കണമല്ലോ. പിന്നെ അവർ ശയന പ്രദക്ഷിണം ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് അതൊന്നും അനു സമ്മതിക്കുന്നില്ല. അനു തന്നെയാണ് ശയന പ്രദക്ഷിണം ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞത്. പക്ഷെ അത് അനീഷിനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പുള്ളിക്കാർ സമ്മതിച്ചില്ല. പിന്നെ സ്റ്റോർ റൂമിൽ പോയ അനീഷിനെ അവർ ഈ അനു, നൂറ്, ആദിലയും കൂടെ വാതിലടച്ച് പിടിച്ച് പാവമുണ്ട്, പേടിച്ചു പോയി. പിന്നെ ഷാനവാസിനെ അപ്പം പുള്ളി ഈ ഇങ്ങനെ പൂട്ടിയിട്ട ഇവരെല്ലാം കൂടെ ഇങ്ങനെ പൂട്ടിയിട്ടപ്പോൾ അനീഷ് പേടിച്ചു. അനീഷ് വിചാരിച്ചു ഇനി ഇതുവഴി അങ്ങ് എവിക്റ്റായി പോവുകയാണോ. അപ്പം ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് എന്തിനാ ഇങ്ങനെ ചെയ്തത്. അപ്പം പുള്ളിക്കാരൻ പറയണം ഷാനവാസിൻ്റെ എടുത്തത് കൊണ്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഷാനവാസിന് മറ്റേ മൈക്കിൻ്റെ ബാറ്ററി എടുത്തതാണ്, അതുകൊണ്ട് തിരിച്ചു കൊണ്ട് വെക്കുക. പുള്ളിക്കാരൻ വിചാരിച്ചിരുന്നു ഷാനവാസിൻ്റെ ബാറ്ററി എടുത്തത് കൊണ്ട് ബിഗ് ബോസ് പൂട്ടിയിട്ടെന്ന്. പിന്നെ അവർ തുറന്ന് പാവം പേടിച്ചു പോയി. പിന്നെ ഒരു പ്രാവശ്യം കൂടെ പുള്ളിക്കാരൻ കയറി എന്ന് പറഞ്ഞാൽ ഇത് ഇവരെ കളിപ്പിച്ചാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നുകൂടെ കയറിയപ്പോൾ പിന്നെയും പൂട്ടിയിട്ടപ്പോൾ പുള്ളി പേടിച്ചു പോയി. കാരണം ഇത് യഥാർത്ഥത്തിൽ ബിഗ് ബോസ് പൂട്ടിയാന്ന് പുള്ളി വിചാരിച്ചു. പിന്നെ അക്ബറും നെവിനും കൂടെ വെളിയിലൊന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് പറയുന്നത് ഇപ്പം ഭയങ്കര ടെൻഷനാണ്, വളരെ പേടിയാകുന്നു, അടുത്ത എവിക്ഷന് നമ്മൾ എന്താ സംഭവിക്കുന്നത് പറയുന്നത് പേടിയാവുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ അക്ബർ പറയുന്നത് എന്നെ പൊതുവെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, കാരണം എല്ലാ സമയത്തും നോമിനേഷൻ വരുമ്പോൾ 5ഉം 6ഉം ഒക്കെ എനിക്ക് കിട്ടും. അപ്പം പൊതുവെ ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല. പിന്നെ അപ്പോഴാണ് നബി പറയുന്നത് നിങ്ങളെ ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അക്ബറിനെ, പിന്നെ 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 നിങ്ങളൊരു നല്ല ഗെയിമർ ആയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞില്ലേ ആ കാർഡ് എവിക്റ്റായി പോവുകയാണെങ്കിൽ ആർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേന് അക്ബറിന് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ നെവിൻ്റെ അപ്പം നെവിൻ പറയുന്നത് ഇവിടെ ഉള്ളവരുടെ ആരുടെയും മനസ്സിൻ്റെ കോണിൽ പ്രതിഷ്ഠിക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് ഫിനാലെ സ്കോർ ബോർഡ് കാണിക്കുകയാണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും കിട്ടിയ പോയിൻ്റ്, ഇപ്പോൾ ഒരു 3 ടാസ്ക് അടുപ്പിച്ച് നടന്നല്ലോ. അപ്പോൾ അത് ടിക്കറ്റ് ഫിനാലയിലുള്ള പ്രവേശനത്തിനുള്ള ടാസ്കുകളായിരുന്നു. അതിൻ്റെ പോയിൻ്റ് നില കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അത് 100 അപ്പം നെവിൻ പറയുന്നത് ഇവിടെ ഉള്ളവരുടെ ആരുടെയും മനസ്സിൻ്റെ കോണിൽ പ്രതിഷ്ഠിക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് ഫിനാലെ സ്കോർ ബോർഡ് കാണിക്കുകയാണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും കിട്ടിയ പോയിൻ്റ്, ഇപ്പോൾ ഒരു 3 ടാസ്ക് അടുപ്പിച്ച് നടന്നല്ലോ. അപ്പോൾ അത് ടിക്കറ്റ് ഫിനാലയിലുള്ള പ്രവേശനത്തിനുള്ള ടാസ്കുകളായിരുന്നു. അതിൻ്റെ പോയിൻ്റ് നില കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അത് 100. അപ്പോൾ ഇന്ന് പൊതുവേ ഈ ഒരു എപ്പിസോഡ് കുറേ നമ്മൾ 2 ടാസ്ക് ഒക്കെ കണ്ടുകൊണ്ട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയി. കാരണം 2 ടാസ്ക് കുറച്ച് ഫിസിക്കൽ എഫേർട്ട് കൂടുതൽ എടുക്കേണ്ട ടാസ്ക്കായിരുന്നു. അപ്പം അവരുടെ ഒരു എഫേർട്ട് കാണാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. കാരണം 20 ദിവസങ്ങൾ ഇനി അപ്പം അടുത്തടുത്ത് വരികയാണ് ടെൻഷനും കൺഫ്യൂഷനും അവരുടെ സ്ട്രാറ്റജി ഗെയിം സ്ട്രാറ്റജിയൊക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.